രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് VM സുധീരൻ ആവശ്യപ്പെടുകയാണ്. ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ സ്ഥിതി കുറച്ചുകൂടി മോശമായി. രേഖാമൂലം പരാതി വന്നു. KPC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എന്നിവരുമായി സംസാരിച്ചു. നടപടി വേഗത്തിൽ ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥന. എന്ന് പറഞ്ഞാൽ രാഹുലിനെ പുറത്താക്കണമെന്ന് ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചതിന് പിന്നാലെ മുരളീധരന്റെ പ്രതികരണത്തിന് പിന്നാലെ VM മുതിർന്ന നേതാക്കൾ ഓരോരുത്തരെ കൂടുതൽ ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്തേക്ക് വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം. ഉചിതമായ നടപടിയെടുക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടും തീരുമാനം വൈകിപ്പിക്കുകയാണ് KPC നേതൃത്വം. മുൻകൂർ ജാമ്യവിധി കാത്താണ് നടപടി വൈകുന്നത് എന്നാണ് സൂചന. നടപടി സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ആലോചിക്കാതെ ഒരു നടപടിയുമില്ലെന്ന് ആവർത്തിക്കുകയാണ് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട, ഞാൻ ഒറ്റയ്ക്കല്ല, ആലോചിച്ച് തീരുമാനിക്കണം. ഇത്തരം കാര്യങ്ങൾ ഓരോ സംഭവത്തിൻ്റെയും പുരോഗതി അനുസരിച്ച് ഗൗരവം അനുസരിച്ച് തക്ക സമയത്ത് ആലോചിച്ച് തീരുമാനിക്കും. പുറത്താക്കലിനൊക്കെ അതിൻ്റെ പ്രൊസീജിയറുണ്ട്. ആ കാര്യം പാർട്ടി നേതാക്കന്മാർ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും. ഇത്തരം വിഷയങ്ങളിൽ അന്തസ്സുയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അന്തസ്സുയർത്തിപ്പിടിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഇവിടുത്തെ നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനമെടുക്കും. വെയിറ്റ്. രാഹുലിനെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് നേതാക്കൾ രംഗത്ത് വരികയാണ്. രണ്ടാമത്തെ പരാതി ഗുരുതരമാണെന്നും പുറത്താക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലപാട് സ്വീകരിച്ചു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായെന്നും പുകഞ്ഞ കൊള്ളി പുറത്തെന്നും മുരളീധരൻ തുറന്നടിച്ചു. തൊട്ടു പിന്നാലെയാണ് സുധീരന്റെ നിലപാടും. പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ്. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്. ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. ഞങ്ങളെ സംബന്ധിച്ച് ഈ പൊക്കിൾ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വമില്ല. പിന്നെ അദ്ദേഹം തുടരണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നതും സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. ഇപ്പോൾ സസ്പെൻഷനാണ്. തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. രാഹുലിനെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസിലെ വനിതാ നേതാക്കളും പരസ്യമായി രംഗത്തെത്തി. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തതയുണ്ട്. വളരെ അപകടകരമായ രീതിയിൽ സമൂഹത്തിന് വളരെ പ്രയാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള അഭിപ്രായം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഇത്ര പരാതി വന്നു, ഇത്രകൾ ടേപ്സ് ഉണ്ടാകുന്ന ഇതിൽ എൻ്റെ ഒരു സ്ത്രീ ആയിട്ടുള്ള ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നമുക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അത് മസ്റ്റ് ആയിരിക്കുക. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ മേലെയുള്ള പരാതി കുറേ ആയിരിക്കുക. കുറേ സ്ത്രീകളും അതും അബോർഷൻ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. ഇനി ഇങ്ങനത്തെ ഒരു പുരുഷനെ വെക്കാൻ പാടില്ല പാർട്ടിയിൽ. ജനപ്രതിനിധി ഇങ്ങനെ ആകാൻ പറ്റില്ല. അദ്ദേഹം ഒരു ഉദാഹരണമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. പാർട്ടിക്ക് മോശമാണ് അദ്ദേഹത്തിന് പാർട്ടിൻ്റെ അകത്ത് വെച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ഒരു സ്ത്രീയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനത്ത് അവൾക്ക് വേറെ പേരുണ്ടാവുമെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സ്ത്രീയെങ്കിൽ അവളെ വേറെ പേരിലാന്ന് ജനങ്ങളും പുരുഷന്മാരും കേരളയിൽ വിളിക്കാൻ പോകുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടനായോണ്ട്, ഒരു പുരുഷനായോണ്ട് ഇത്ര നാൾ നമ്മൾ സഹിച്ചിരുന്നു. അതാ എനിക്ക് പറയാനുള്ളൂ. കുറ്റക്കാരായി ഒരാളും പാർട്ടിയിൽ തുടരുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ നിലവിൽ അന്വേഷണം വരുന്നു, മറ്റുള്ള പരാതികൾ വന്നിരിക്കുന്നു. ഇതൊരു കൂട്ടായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. കോൺഗ്രസ് നേതൃത്വം എത്രയും പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഒരു തീരുമാനമുണ്ടാകും. തീർച്ചയായിട്ടും പീഡിപ്പിക്കപ്പെടുന്നവരോട് കൂടി അത്തരത്തിൽ പരാതി കൊടുക്കുന്നവരോടൊപ്പമായിരിക്കും കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും നിന്നിട്ടുള്ളതും. ശ്രീത് വിവരങ്ങൾ മറ്റൊന്ന്. ശ്രീത്ത്, കോടതി നടപടികൾ, അതിന്റെ വ്യവഹാരം, ജാമ്യാപേക്ഷ പരിഗണിക്കൽ, അതിന്റെ ടെക്നിക്കാലിറ്റി, അതിൽ നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ്, അതിൽ വക്കീലന്മാരുടെ കൂർമ്മബുദ്ധി, അതിന്റെ വ്യവഹാര വഴി, അതാണോ അതോ ഒരു രാഷ്ട്രീയ പാർട്ടി നോക്കേണ്ടത് അതിന്റെ ധാർമ്മിക സൈഡിലേക്കാണോ? എന്തുകൊണ്ടാണ് രാഷ്ട്രീയ ധാർമ്മികതയിലേക്ക് നോക്കാതെ കോടതി നടപടികളിലേക്കും ജാമ്യത്തിലേക്കും നോക്കി തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ആലോചന ഉണ്ടാവും ഇത്രയധികം പ്രതികരണങ്ങൾ വരുമ്പോഴും? ശ്രീത്, ഹാഷ്മി, തീർച്ചയായും ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് അത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നതൊക്കെ കേവലം നിയമവൃത്തങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യവും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയനായ മാങ്കൂട്ടത്തിനെ വ്യക്തിപരമായി ബാധിക്കുന്ന വിഷയമോ മാത്രമാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു നേതാവിനെ, ഇത്തരം ആരോപണങ്ങൾ പേർന്ന ഒരു നേതാവിനെ ചുമക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് ഇത്തരത്തിൽ ഒരു നിയമവ്യവഹാരത്തെപ്പറ്റി ഇത്രയും സൂക്ഷ്മതയോടെ കാത്തിരിക്കേണ്ടത് വരുന്നത്
എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, മറ്റ് നടപടികൾ സ്വീകരിച്ചു, മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പരാതി പോലീസിന് മുമ്പാകെ വന്നിരിക്കുന്നു. ആ പരാതിക്ക് പിന്നാലെ രണ്ടാമതൊരു പരാതി കൂടി വന്ന പശ്ചാത്തലത്തിലാണ് ഇന്നലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി സംസാരിച്ചത്. അപ്പോൾ തന്നെ പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം ഉണ്ടാകണം, അതാണ് കേരളത്തിലെ നേതാക്കൾ ആലോചിച്ചെടുക്കേണ്ടതെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകി. ഇന്ന് രാവിലെ അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചന പ്രധാന നേതാക്കൾക്കിടയിൽ നടന്നു. എല്ലാ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യത്തോട് യോജിച്ചു. യോജിപ്പുണ്ടായെങ്കിലും ഇപ്പോഴും KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ചിലരും മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നവരെ കാക്കണം എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം KPCC നേതൃത്വം പ്രഖ്യാപിക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം KPCC നേതാക്കന്മാർ പ്രതീക്ഷിച്ചിരുന്നു. അതാണ് അവർ ഇന്ന് കാത്തിരിക്കാൻ കാരണം. എന്നാൽ വിധി നാളേക്ക് മാറ്റിയിരിക്കുന്നപ്പോൾ നാളെ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആരോപണ വിധേയനെ ചുമക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് KPCC നേതൃത്വം പോവുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ നേതാക്കൾ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ കടുത്ത രീതിയിലുള്ള രോഷത്തിലാണ്. കാരണം ഈ ആദ്യം വന്ന പരാതിയേക്കാൾ കുറച്ചുകൂടി ഗൗരവതരമായ പരാതിയാണ് രണ്ടാമത്തെ അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ ആദ്യത്തെ പരാതിയെ പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദങ്ങളോ തടസ്സവാദങ്ങളോ ഒന്നും മതിയാകില്ല, മറിച്ച് വളരെ കൃത്യമായ കേസായി അത് വളരും. അതുകൊണ്ട് തന്നെ ആ അതിജീവിത നേരത്തെ തന്നെ പരാതി നൽകാൻ തയ്യാറായിരുന്നു. വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് അവർ ആ ഘട്ടത്തിൽ പരാതി നൽകാൻ കൂട്ടാക്കാതിരുന്നത്. ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പരാതിയുമായി വെച്ചുകൊണ്ടും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന സമീപനം സ്വീകരിച്ചാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുമ്പോഴും KPCC നേതൃത്വം എന്തിനാണ് ഇത്രയും കാരുണ്യം രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കാണിക്കുന്നത് എന്ന ചോദ്യമാണ്. അല്ല ശ്രീ, ആദ്യം മുതൽ തന്നെ ഇതിൽ കോൺഗ്രസിലെ ഇപ്പോൾ ശരിയാണ് സസ്പെൻഷൻ, പ്രാഥമിക അംഗത്തെ സസ്പെൻഷൻ ഒരു പ്രവർത്തകന് നൽകാവുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ നേതാവിന് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷാ നടപടികൾ ഒന്ന് തന്നെയാണ്, അക്കാര്യം തർക്കമൊന്നുമില്ല. പക്ഷേ ആ നടപടി എടുക്കുമ്പോഴും ആദ്യം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി തള്ളിക്കളയണോ അതോ ചേർത്ത് പിടിക്കണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ എവിഡൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണല്ലോ അടൂർ പ്രകാശിനെയും ഇപ്പോൾ താഴെത്തട്ടിലെ അണികളുടെ സൈബർ മീഡിയയിലെ രാഹുൽ അനുകൂല നിലപാടുകൾ പോട്ടെ, മുകൾ തട്ടിൽ കെ സുധാകരൻ അടക്കം അടൂർ പ്രകാശ് അടക്കം പരസ്യമായി രാഹുൽ അനുകൂല നിലപാടുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രയായിട്ടും ഇന്നലെ അടുത്ത പരാതി വന്നിട്ടും ആ കൺഫ്യൂഷൻ, രാഹുലിനെ തള്ളണോ കൊള്ളണോ എന്ന കൺഫ്യൂഷൻ നിലനിൽക്കുന്നോ KPCCയിൽ? ശ്രീജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സമീപനം സ്വീകരിക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ KPCCയുടെ നേതൃത്വത്തിലെ അതിൻ്റെ കോർ ഗ്രൂപ്പ് എന്ന് പറയാവുന്ന KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും അടങ്ങുന്നവരിൽ തന്നെയുണ്ട് എന്നതാണ് വാസ്തവം. അവർക്കാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ തന്നെ ഒരു സസ്പെൻഷൻ നടപടി സ്വീകരിച്ചു. ഒരു പാർട്ടി സ്വീകരിക്കാവുന്ന പ്രധാനപ്പെട്ട നടപടിയാണത്. ഇനി എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നെങ്കിൽ അത് നിയമ സംവിധാനത്തിൽ നിന്നുള്ള തീരുമാനം കൂടി വരട്ടെ എന്നൊരു ചിന്തയുള്ളത് KPCC വർക്കിംഗ് പ്രസിഡന്റുമാർക്കും അധ്യക്ഷനും മാത്രമാണ്. ബാക്കി ഏതാണ്ട് ഇപ്പോൾ അല്പം മുമ്പ് നമ്മൾ സംപ്രേഷണം ചെയ്ത VM സുധീരൻ മുൻ KPCC അധ്യക്ഷന്റെ പ്രതികരണം അടക്കം വരുമ്പോൾ എല്ലാവരും പുറത്താക്കണമെന്ന ആവശ്യം ഏകസ്വരത്തിൽ ഉന്നയിക്കുകയാണ്. എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരു സ്വാഭാവിക നീതി നിഷേധിക്കുന്നതിന് തുല്യമാകും അത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് മുമ്പ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ എന്നാണ് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ചിലർ വാദിക്കുന്നത്. അതുകൊണ്ടാണ് തീരുമാനം നീണ്ടുപോകുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന നിർണായകമായ രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നടക്കുന്നുണ്ട്. ആ സമയത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണവും അതുമായി ബന്ധപ്പെട്ട നിയമവ്യവഹാരങ്ങളും. ആ ഘട്ടത്തിൽ പോലും പാർട്ടിക്കപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ പ്രതിച്ഛായയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമീപനം എന്തുകൊണ്ടാണ് നേതാക്കൾ സ്വീകരിക്കുന്നത് എന്ന ചോദ്യമാണ് കോൺഗ്രസിൽ പരക്കെ ഉയരുന്നത്. ഓക്കെ, ആ ശ്രീജിത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.